എല്ലാ പ്രേക്ഷകർക്കും വിദേശ വാർത്താ രംഗം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. നിഷ്പക്ഷമായ കൂടുതൽ വിദേശ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അമേരിക്കയുടെ വി ലിസ്റ്റിലെ പ്രധാനപ്പെട്ട റഡാർ സംവിധാനങ്ങൾ തകർത്തു തരിപ്പണമാക്കി ഇറാൻ. ഗൾഫിന്റെ നാഡീകേന്ദ്രത്തിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയതായും ബഹ്റൈനിലെ യുഎസുമായി ബന്ധമുള്ള ഒരു റഡാർ സൈറ്റിന് നേരെ ആക്രമണം ഉണ്ടായതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇറാൻ നിരീക്ഷണ സംവിധാനങ്ങളിലേക്കും മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുന്ന ശൃംഖലകളിലേക്കും ശ്രദ്ധ മാറ്റുന്നതായി കാണപ്പെടുന്നു. അവർ അമേരിക്കയുടെ റഡാറുകളെ ലക്ഷ്യമിടുന്നു. ബഹ്റൈൻ ആക്രമണ റിപ്പോർട്ടുകൾ മേഖലയിലെ സൈനിക നിരീക്ഷകരെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ഇറാന്റെ ഡ്രോണുകളും മിസൈലുകളും ഒരു വലിയ യുദ്ധവിജയം കണ്ടെത്തിയിരിക്കുന്നു. ഒരു നിർണായക റഡാർ സംവിധാനം അവരുടെ ലക്ഷ്യസ്ഥാനമായി മാറി. ഇറാനെ നിരീക്ഷിക്കാനുള്ള അമേരിക്കയുടെ കണ്ണുകൾ അടഞ്ഞോ, അതോ ഈ ബഹ്റൈൻ റഡാർ ആക്രമണം ഇതുവരെയുള്ള ഇറാന്റെ ഏറ്റവും ധീരമായ നീക്കമാണോ? ഗൾഫിൽ അമേരിക്കയുടെ കണ്ണുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംവിധാനത്തെയാണോ ഇറാൻ ആക്രമിച്ചത് എന്നതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരുകയാണ്. ബഹ്റൈനിലെ ജബൽ അതുഗാൻ റഡാർ സൈറ്റിൽ ദൃശ്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി ആർ ടി പങ്കുവെച്ച ഉപഗ്രഹ ചിത്രങ്ങൾ കാണിക്കുന്നു. ഇറാന്റെ വിപ്ലവ ഗാർഡ് IRGC ജൂൺ 11 നടത്തിയ ആക്രമണങ്ങൾ ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ എന്നിവയെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. പുക ഉയർന്ന കോയാസ് ജബൽ അതുഗാൻ സൗകര്യവുമായി പൊരുത്തപ്പെടുന്നതായി ഓപ്പൺ സോഴ്സ് അനലിസ്റ്റുകൾ കണ്ടെത്തി. വ്യോമാതിർത്തി നിരീക്ഷണത്തിനും മിസൈൽ മുന്നറിയിപ്പ് ദൗത്യങ്ങൾക്കുമായി ഉപയോഗിച്ചിരുന്ന AR-327 ലോങ് റേഞ്ച് സർവൈലൻസ് റഡാറാണ് ഈ സൈറ്റിൽ ഉണ്ടായിരുന്നത്. ഇത് സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ യു.എസ് ബന്ധമുള്ള ഒരു നിരീക്ഷണ കേന്ദ്രത്തിന് നേരെ ഇറാൻ നടത്തുന്ന ഏറ്റവും കൃത്യമാർന്ന ആക്രമണമായി ഇത് മാറും. ഈ സൗകര്യം ഗൾഫിലെ സംയോജിത മിസൈൽ മുന്നറിയിപ്പ്, വ്യോമ പ്രതിരോധ ശൃംഖലയിലെ ഒരു നിർണായക ഘടകമായിരുന്നു. ബാലിസ്റ്റിക് മിസൈലുകൾ, സൈനിക വിമാനങ്ങൾ, സമുദ്രത്തിലെ ഭീഷണികൾ എന്നിവ നിരീക്ഷിക്കുന്നതിൽ ഈ സൈറ്റ് പ്രധാന പങ്ക് വഹിച്ചിരുന്നു. ഇത് തകരാറിലാകുന്നത് മിസൈൽ പ്രതിരോധ ശ്രമങ്ങളെ താൽക്കാലികമായി സങ്കീർണമാക്കുകയും മേഖലയിലെ മുൻകൂർ മുന്നറിയിപ്പ് ശേഷിയെ ദുർബലപ്പെടുത്തുകയും ചെയ്യും. വാഷിംഗ്ടൺ സ്റ്റേറ്റിലെ യു.എസ് യുദ്ധവിമാന അപകടം. ഇറാൻ യുദ്ധത്തിനിടയിൽ ട്രംപിന് മറ്റൊരു വിമാനം കൂടി നഷ്ടപ്പെടുന്നു. ഇത്തവണ പ്രധാന യുദ്ധമേഖലയിൽ നിന്ന് വളരെ അകലെ വാഷിംഗ്ടൺ സ്റ്റേറ്റിലാണ് സൈനിക വിമാനം തകർന്നുവീണത്. ഒരു യു.എസ് സൈനിക യുദ്ധവിമാനം തകർന്നുവീഴുന്ന നിമിഷം ഒരു നാടകീയ ക്രാഷ് വീഡിയോയിൽ പതിഞ്ഞിട്ടുണ്ട്. യാകിമ കൗണ്ടിയിലെ റിംറോക്ക് ഇലേക്ക് മേഖലയിൽ സൈനിക വിമാനം തകർന്നുവീണത് വലിയ ആശങ്കക്ക് കാരണമായി. അപകടവിവരം അറിഞ്ഞയുടൻ അടിയന്തര രക്ഷാപ്രവർത്തകർ സ്ഥലത്തേക്ക് കുതിച്ചെത്തി. ഒരു പരിശീലന പറക്കലായി ആരംഭിച്ചതാണ് വാഷിംഗ്ടൺ സ്റ്റേറ്റിൽ ദുരന്തത്തിൽ കലാശിച്ചത്. വിമാനം തകരാൻ ഉണ്ടായ കാരണം എന്താണെന്ന് അധികൃതർ അന്വേഷിച്ചുവരികയാണ്. ട്രംപിന്റെ കരാർ അവകാശവാദവും ഇറാന്റെ പ്രതികരണവും. പെട്ടെന്ന് ഒപ്പുവെക്കാൻ ഒരു കരാർ തയ്യാറാണെന്ന ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങൾ ഇറാൻ പരസ്യമായി തള്ളിപ്പറഞ്ഞു. ജൂൺ 14 കരാർ ഒപ്പിടുമെന്ന ട്രംപിന്റെ പ്രസ്താവന തള്ളിയ ഇറാൻ, ചർച്ചകൾ ആ ഘട്ടത്തിൽ എത്തിയിട്ടില്ലെന്ന് വ്യക്തമാക്കി. നിർദ്ദിഷ്ട ധാരണാപത്രം ബന്ധപ്പെട്ട അധികാരികൾ അന്തിമമാക്കുകയോ ഔപചാരികമായി അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ട്രംപിന്റെ ആഭ്യന്തര രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായുള്ള ഒരു രാഷ്ട്രീയ നാടകമായാണ് ടെഹ്റാൻ ഇതിനെ കാണുന്നത്. ട്രംപിന്റെ 80ാം ജന്മദിനാഘോഷങ്ങളോടും വൈറ്റ് ഹൌസിൽ ആസൂത്രണം ചെയ്ത UFC പരിപാടിയോടും ഒത്തുപോകുന്ന രീതിയിലാണ് ഈ തീയതി തെരഞ്ഞെടുത്തതെന്ന് ഇറാൻ ചർച്ചക്കാർ ആരോപിച്ചു. നയതന്ത്ര ചർച്ചകളെ മാധ്യമ വിനോദമാക്കാൻ അനുവദിക്കില്ലെന്ന് അവർ വ്യക്തമാക്കി. ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന. ട്രൂത്ത് സോഷ്യലിൽ നിന്ന്. ബരാക്ക് ഹുസൈൻ ഒബാമ ഇറാനുമായി ഉണ്ടാക്കിയ JCPOA കരാർ അവർക്ക് ആണവായുധം നിർമ്മിക്കാനുള്ള എളുപ്പമുള്ള പാതയായിരുന്നു. എന്റെ കരാർ ഇതിന് തികച്ചും വിപരീതമാണ്. ആണവായുധങ്ങളിലേക്ക് അവർക്ക് ഇനി പ്രവേശനമില്ല. അവർക്ക് ഇനി ആണവായുധം ആവശ്യമില്ല. വാങ്ങലിലൂടെയോ വികസനത്തിലൂടെയോ അവർക്കത് ലഭിക്കുകയുമില്ല. നാളെ കരാർ ഒപ്പിടാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. അത് ഒപ്പിട്ട ഉടൻ തന്നെ ഹോർമുസ് നീരണൽ എല്ലാവർക്കുമായി തുറന്നു നൽകും. മുൻ ഭരണകൂടങ്ങളെ അപേക്ഷിച്ച് ഇറാനുമായുള്ള നമ്മുടെ ബന്ധം ഇപ്പോൾ വളരെ മികച്ചതാണ്. ഒബാമ അവർക്ക് $1.7 ബില്യൺ പണമായി നൽകിയതുപോലെ പണമൊന്നും ഇവിടെ കൈമാറില്ല. എല്ലാം ശാന്തമാകുമ്പോൾ നമ്മുടെ കരുത്തരായ B-2 ബോംബർ വിമാനങ്ങളുടെയും മിടുക്കരായ പൈലറ്റുമാരുടെയും സഹായത്തോടെ മലനിരകൾക്ക് താഴെയുള്ള ആണവ അവശിഷ്ടങ്ങൾ നാം തകർക്കും. ഇറാനിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും ഇറാനുമായും മുഴുവൻ മിഡിൽ ഈസ്റ്റുമായും ദീർഘകാലം ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതിനിടയിൽ ചർച്ചകൾ കൃത്യസമയത്ത് നിലനിർത്തുന്നതിനായി ജൂൺ 13 ഒരു വെർച്വൽ ഒപ്പിടൽ ഫോർമാറ്റ് സുരക്ഷിതമാക്കാൻ മധ്യസ്ഥർ ശ്രമിച്ചതായി സിസ്റ്റർ CNN റിപ്പോർട്ട് ചെയ്തു. കൂടുതൽ വൈകുന്നത് പുതിയ പ്രാദേശിക പ്രതിസന്ധികൾക്ക് കാരണമായേക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. കൂടുതൽ വിദേശ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.